ജീവമാതാ കാരുണ്യ ഭവൻ നടത്തുന്ന ഉദയഗിരിജ എല്ലാവർക്കും കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദയഗിരിജ സ്വന്തം മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്ന അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. അത് ആദ്യമേ ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു. ഈ ഒരു ഉദയഗിരിജ ഭയങ്കര നന്മയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ. അതിനുശേഷം ആ ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 8 മാസമായപ്പം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിന് മുമ്പേ ഈ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയി കുറേയധികം പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും. എന്തായാലും അതിന് ശേഷം ഇപ്പം കുറേ നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന് പിന്നെ അതിന് ശേഷം ഈ ഒരു ഉദയഗിരിജ വേറെ കല്യാണം കഴിക്കുകയും അതിലിപ്പോൾ ഒരു പ്രഗ്നൻ്റ് കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ പങ്കുവെക്കാറുണ്ട്, ആ ഒരു ഭവനിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പങ്കുവെച്ച ഒരു വീഡിയോയുടെ താഴെ വന്ന് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഇങ്ങനെ കുറേയധികം പേര് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ചാരിറ്റിക്ക് വേണ്ടി. കാരണം ഈ ഒരു അവിടെ താമസിക്കുന്ന വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഓണമൊക്കെ വരുമല്ലേ, അതിനിപ്പം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിലൊക്കെ വന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഇവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ പറ്റുന്ന കണക്ക് ഇവർക്ക് എമ്മമാർക്ക് കിട്ടുന്ന കണക്ക് നേരെ അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഉദയഗിരിജ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എങ്ങനെ അയച്ചു കൊടുത്താലും ഇവിടെ തന്നെയാണ് വരുന്നത്, ഞങ്ങളാണ് അവർക്ക് കൊടുക്കാനുള്ളത്, പിന്നെ ഞങ്ങൾ ആരെയും പറ്റിക്കുകയൊന്നുമില്ല, ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്യാറുള്ളത്, പിന്നെ ഓരോരുത്തർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഞങ്ങളെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അതല്ലാതെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം കിട്ടത്തുള്ളൂ. ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും ഒരേ കണക്കിനാണ് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഉദയഗിരിജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.